ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയാൽ അനു ഒപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഇപ്രാവശ്യം സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് അമ്മമ്മ മരിച്ചിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവിടെ പ്രതിയായിട്ടനും നന്ദു സ്വാമിയല്ലേ, അതുകൊണ്ട് കേക്കും കട്ട് ചെയ്യുന്നില്ല. കേക്ക് മുട്ട കൂട്ടുന്നില്ല, അതുകൊണ്ട് നമ്മളതിനെ കേക്കും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് അവർ അമ്പലത്തിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരാളായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആവുന്നുണ്ട്. ഞാൻ പോകുന്നില്ല കേട്ടോ, ദേവൂട്ടി എണീക്കൂല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പാപ്പനും മക്കളും എല്ലാവരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കുളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് വിശെല്ലാം ചെയ്തു. ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ രാവിലെ എണീറ്റിട്ട് ഓരോരാളായിട്ട് ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. പാപ്പൂട്ടന് ഇത് എണീറ്റിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, ക്യാമറയും പിടിച്ചിട്ട് അനുവിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 12 മണിക്കെല്ലാം എണീറ്റ് കൊടുക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അനു ബാത്റൂമിൽ പോയിട്ടേ ഇല്ലതെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം ഞാനിങ്ങനെ അപ്പൂട്ടനെ വീഡിയോ എടുത്തിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അവൾ കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സാധാ നോർമൽ ഡ്രസ്സ്, ഒരു പഴയ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ബേക്ക് പിടിച്ചിട്ടുണ്ടായിന്, കണ്ടിട്ടില്ല. അങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയിട്ട് നേരത്തെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു മുന്നേ എടുത്തൊരു ഡ്രസ്സ് അതിടാന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പം അപ്പുറത്തെ റൂമിൽ നിന്ന് എടുത്തിട്ട് വരും കേട്ടോ. അന്നേരമാണ് ഞാനിങ്ങനെ സർപ്രൈസായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അതിനും എന്തെങ്കിലും പ്രതീക്ഷിച്ചനോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. എന്താ വെച്ചാൽ ഞാൻ എല്ലാ വർഷവും കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഈ സമയം വരെ ഞാൻ അനുവിനോട് ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. അനു നീ എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരുന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞ സമയത്ത് അന്നേരം ഞാൻ ഡ്രസ്സാണ് കൊടുത്തിനെ. അപ്പം ഞാൻ അനുവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിന്, അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ നിനക്ക് ഷൂ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഷൂ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിതാ ഈ ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുപ്പിച്ചത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഞാനല്ല, നമ്മളെ സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഏച്ചിൻ്റെ ഏച്ചിനെ കൊണ്ട് ഞാൻ മറ്റേ എന്താ കലങ്കാരിയ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലാണ്. പിന്നെ അതിനെക്കൊണ്ട് ഞാൻ ഈ ഒരു ഫ്രോക്ക് ആണ് അടുപ്പിച്ച് കൊടുത്തത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ ഇടയിടയും കൊടുക്കാം. പിന്നെ നമ്മൾ അപ്പവും നന്ദുവും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പയ്യന്നൂർ പോയിട്ടുണ്ടായിട്ടില്ലേ, അന്നേരം പിന്നെ അമ്മ വാങ്ങിയിട്ട് തന്നയച്ചതാണ്. അതും അതിന് കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ, ഞാൻ ഒളിപ്പിച്ച് വെച്ചിന്. അങ്ങനെ അതും എടുത്ത് കൊടുത്തു. അപ്പോൾ അതും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഡ്രസ്സെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ഞാൻ ഓളോട് ചോദിച്ചു, നീ ഗിഫ്റ്റ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിനോ എന്ന്. അന്നേരം എന്നോട് പറഞ്ഞു ഇല്ലയെന്ന് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടുണ്ടാവും, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവരെ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ കുറേ പ്രാവശ്യം വോയിസ് ഓവർ കൊടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ പിന്നെ അവരിങ്ങനെ ഒച്ചയാക്കി കൊണ്ടിരിക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ പാപ്പനും വന്നിട്ട് ഡ്രസ്സെല്ലാം നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. പാപ്പൻ്റെ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പാപ്പൻ അതിൽ വില കണ്ടിട്ട് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അവർ പിന്നെ എല്ലാവരും കൂടെ റെഡി ആയിട്ട് അവർ നാലാളല്ലേ, അവർ നാലാളും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഞാൻ എന്തായാലും പോകുന്നില്ല, ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ അടുക്കളയിലെ പരിപാടികളിലേക്ക് കടക്കാൻ പോകുമെന്ന്. ഞാൻ പഴം കൂട്ടിയ ദോശയാക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അത് അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ട്. പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇവരോട് പറയാനും വിട്ടുപോയി, അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കണേന്ന്. എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് വന്നു, എന്നിട്ട് മടപ്പുരക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ തൂവാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരേ. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ ആയിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മളെ സ്കൂളിലെ വാർഷികമാണ്, അതുകൊണ്ട് ഇന്ന് അതിൻ്റെ തിരക്കാണ്. ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് പോകണം, നന്ദുവിൻ്റെ ദേവുവിൻ്റെ ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പം അതിന് പോകണം. അങ്ങനെയല്ല. ഇപ്പം ബർത്ത്ഡേ കുറച്ച് മുട്ടായി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം. പിന്നെ പായസമെല്ലാം വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സമയമില്ല തീരെ. ഇനിയിപ്പോൾ രാവിലത്തെ ചായയും കടിയെല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ ജിമ്മിന് പോയി എല്ലാം വരുമ്പോഴത്തേക്ക് ഉച്ചയാവും. പിന്നെ ഉച്ചക്ക് മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നക്ഷത്രം വരുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രത്തിന് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അമ്പലത്തിലും പോയി ഇതാ മടപ്പുരക്കിലും പോയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഇല്ലു കേട്ടോ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. എനിക്ക് ഞാൻ പിന്നെ മുട്ട കൂട്ടാത്ത കേക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിന്. പിന്നെ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ.
അതുകൊണ്ട് തന്നെ പിന്നെ കേക്കും കട്ട് ചെയ്യുന്നില്ല. ഒരു കേക്ക് കിട്ടിയത് അത് അവർക്കൊരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുട്ടായിയെല്ലാം വാങ്ങിക്കൊടുത്തു. പിന്നെ അവർ എല്ലാവർക്കും അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലെല്ലാം മുട്ടായിയെല്ലാം കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഫുൾ അങ്ങോട്ട് ബിസി ആയിരുന്നു സ്കൂളിലെ പരിപാടീൻ്റെ ഇതെല്ലാം. പിന്നെ രാത്രിയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇനിയിപ്പോൾ അനുവിൻ്റെ നക്ഷത്രം വരുന്നുണ്ട് കേട്ടോ, 20 എത്രേനോ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ അന്നെന്തെങ്കിലും അനുവിനാക്കി കൊടുക്കണം. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇതാ വന്നിട്ട് എനിക്ക് കുറിയെല്ലാം തൊട്ടിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാവും പിന്നെ വേഗം ചായയെല്ലാം കുടിച്ചു. പ്രതിയായിട്ടും പണിക്ക് പോയി. പിന്നെ നമുക്കെന്താ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോഴത്തേക്കാണ് നമ്മളെ കുട്ടാപ്പിയും മാളൂട്ടിയും വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവരിതാ അനുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഗിഫ്റ്റിന് ഇപ്പോൾ കാണിച്ചു തരും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ എന്താണെന്ന്. അപ്പോൾ അതിതാ കുട്ടാപ്പി ഭയങ്കരമായിട്ട് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അത് ഊഹിച്ചിട്ടുണ്ടായിനോൾ എന്താണെന്ന്. അപ്പോൾ ഇതാ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അപ്പവും അനുവും കൂടിയുള്ള ഒരു ഫോട്ടോ ആണ് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ അമ്മമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സും ഇട്ടിട്ട് എല്ലാവർക്കും മുട്ടായി വിതരണം ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പുറത്തെ വീട്ടിലും എല്ലാം മുട്ടായിയെല്ലാം കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചെറിയൊരു മിനി സദ്യ പറയുന്നില്ല, സാമ്പാർ, പയർ വറവ്, അച്ചാർ, പിന്നെന്താണ് ഒരു സലാഡ്, പിന്നെ പപ്പടം, പിന്നെ കൊണ്ടാട്ടപ്പറങ്കി, ഇത്രയും ആക്കി അവർക്ക് ഫുഡും കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ സ്കൂളിലേക്ക് വിട്ടു. പിന്നെ വാർഷികത്തിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും ഇവരുടെ ഇടയിൽ ഡാൻസ് ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി, പക്ഷേ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡാൻസ് ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ഇട്ട് നോക്കാം. എന്നിട്ടും കോപ്പിറൈറ്റ് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.